നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോയിൽ ക്ലേയിൽ ആകെ ഇത്ര ബാക്കിയുള്ളൂ. ഇനി ഇത്ര കുറച്ച് ക്ലേ കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റുക? അങ്ങനെ ആലോചിച്ച് ചെറിയൊരു ഫ്ലവർ പോട്ട് പോലെ ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ റൗണ്ട് ഷേപ്പിൽ ഒരു ചെറിയൊരു പോട്ടാണ് ആദ്യം ഉദ്ദേശിച്ചത്. അത് ചെയ്തെടുത്തു. പിന്നെ അത് വേണ്ടാന്ന് തോന്നിയപ്പോൾ ഞാൻ പ്ലാൻ ചെറുതായി ഒന്ന് മാറ്റി ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയാലോ എന്ന് തോന്നി. അപ്പോൾ പിന്നെ അതായി അടുത്ത ശ്രമം. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആളുടെ പേര് പറഞ്ഞിരുന്നു. പേര് ഹിലൻ എന്നാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തതിന്. ചെറിയൊരു ചെടിച്ചട്ടി പോലെയായിരുന്നു എൻ്റെ ഉദ്ദേശം. ചെടിച്ചട്ടി ആകുമ്പോൾ പിന്നെ ചെടി വേണമല്ലോ. അങ്ങനെ കുറച്ച് നേരം മെനക്കെട്ട് ഒരു ചെടിച്ചട്ടിയുടെ ഏകദേശം രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു വട്ടം നമ്മൾ ക്ലേ വീട്ടിലുണ്ടാക്കിയല്ലോ, ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ സെക്കൻഡ് ടൈമാണ് വീട്ടിൽ ക്ലേ ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു കുഞ്ഞു ചെടി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചെടിച്ചട്ടിയിൽ വെക്കാനുള്ള ചെടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ടൊരു ഗോൾഡൻ വയർ എടുത്തിട്ടുണ്ട്. അതിൽ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഒരു ഇലയുടെ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് രാത്രിയും പകലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ലീഫുകൾ ചെയ്തെടുക്കാനായിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലത്തെ ഒരു 6 ലീഫ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെടി റെഡി. ഇതാണ് നമ്മുടെ ചെടി, ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി. ഇനി നമുക്ക് ഈ ചെടിച്ചട്ടിയിലേക്ക് വെക്കേണ്ട. അതിനായിട്ട് കുറച്ച് ക്ലേ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ള ചെടി അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ചെടിയും ചെടിച്ചട്ടിയും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.